ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോവാണ്. എന്നെ രാവിലെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഒന്ന് അമ്പലത്തിൽ പോയാലൊന്നും ഒന്നും നോക്കില്ല, എന്നാൽ പോയിട്ട് വരാമെന്ന് വെച്ചു. അമ്പലത്തിൽ പോകുമ്പേ ബസ്സിലൊന്നും ആളുകളില്ല, വെക്കേഷനൊക്കെ സ്റ്റാർട്ടായില്ലേ, പിള്ളേരും ഇല്ലാണ്ടായി. അപ്പോൾ ഈ മലയൊക്കെ കാണാൻ എന്താ ഭംഗിയല്ലേ. അല്ലെങ്കിൽ കൊട്ടിയൂർ പോകുന്ന സമയത്ത് ഈ മലയൊക്കെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ സൊറയൊക്കെ പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ ഇത് അമ്പലം എത്തിയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയത്, അതുകൊണ്ട് ആളുകളൊക്കെ കുറവായിരുന്നു. ഞങ്ങൾക്ക് സൊറ പറഞ്ഞാലും തീരില്ലല്ലോ, അപ്പോൾ ഭക്തിമയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലെത്തി. പിന്നെ വഴിപാട് കഴിപ്പിച്ചു. നേരെ അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ചു. ഉത്സവ സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ ഈ അമ്പലം എത്ര തിരക്കായിരിക്കും എന്നുള്ളത്. ഇപ്പം ആളുകളൊക്കെ വളരെ കുറവാണ്, പക്ഷേ ആളുകളില്ല എന്നല്ല, നമ്മൾ ചെന്ന സമയം ലേറ്റ് ആയതുകൊണ്ട് മാത്രം. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ അമ്പലത്തിലേക്ക് കയറാൻ നോക്കുമ്പോൾ മരച്ചോട്ടിൽ ഇങ്ങനെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ കണ്ട് അതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. നെയ്വിളക്ക് കഴിപ്പിച്ചത് കൊണ്ട് തന്നെ വിളക്കെടുത്തിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്ക് കയറണം. അങ്ങനെ ഞങ്ങൾ വിളക്കെടുക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി ചന്ദനമൊക്കെ കിട്ടി. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നു. അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടോ, അത് വേറെ തന്നെയായിരുന്നു. കാരണം ആളുകളും ഇല്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ പുറത്തിറങ്ങിയതിന് ശേഷം കണ്ണാടിയിൽ നോക്കി 2 ചിരിയൊക്കെ ചിരിച്ച് അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി അമ്പലത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമുണ്ട്. അതെന്താണെന്നറിയില്ല, അത് വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു അന്തരീക്ഷം. അങ്ങനെ അക്കരെ കൊട്ടിയൂരിലേക്ക് പോകേണ്ട വഴിയാണ് ഈ കാണുന്നത്. ഉത്സവ സമയത്ത് മാത്രമാണ് ഇങ്ങോട്ട് പോകാൻ പാടുള്ളൂ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല, കുറച്ച് അങ്ങോട്ട് നടന്ന് കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. കാരണം ഇവിടുത്തെ അന്തരീക്ഷം പറയാൻ പറ്റില്ല, അത്ര അടിപൊളിയാണ്. അപ്പം ഈ പുഴ കടന്നിട്ട് വേണം നമ്മൾ ഉത്സവ സമയത്ത് അപ്പുറത്തേക്ക് എത്താൻ. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, ഇപ്പം ഇവിടെ ക്ലോസ്ഡ് ആണ്. അപ്പം ഞങ്ങളിങ്ങനെ ദൂരത്തുനിന്ന് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കളിയും കഥയും പാട്ടും ഫോട്ടോ എടുപ്പും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറഞ്ഞാലും തീരാത്ത കഥകൾ എപ്പോഴും ഉള്ളതുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു അറ്റ്മോസ്ഫിയർ വേറെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു, എന്നാൽ പിന്നെ ഇവിടെ നിന്ന് പോയാലോ, കുറേ സമയം ആയില്ലേ തിരികെ കളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നാൽ പിന്നെ ഒന്ന് കേളക ഇറങ്ങിയിട്ട് പോയാലും ഒരു കോഫി കുടിക്കാമെന്ന് ഇവൾ പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, എന്നാൽ അതും കൂടി നടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ബേക്കിംഗ് ഡേയ്സ് കയറിയപ്പം അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ അടിപൊളിയായി അലങ്കരിച്ചത് കണ്ടു. എല്ലാവരും ഇപ്പോൾ ഒരു ക്രിസ്മസ് മയ ആണല്ലോ, ക്രിസ്മസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞാനിത് ഒരു ജ്യൂസ് പറഞ്ഞു, അവളൊരു കോഫിയും പറഞ്ഞു. അവൾ കോഫി അഡിക്റ്റഡ് ആണ്. അപ്പോൾ പിന്നെ കുട്ടികളുടെ ആഗ്രഹമില്ല, അങ്ങോട്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സൈഡായിട്ടൊരു ഐറ്റവും പറഞ്ഞു, അതും കഴിച്ച്. അത് കഴിക്കുമ്പോൾ ഇതാ വായ്പുള്ളി. എന്താണെന്നറിയില്ല, ഏത് ഫുഡ് കഴിച്ചാലും ഇപ്പോൾ വായ്പുള്ളൂ. എൻ്റെ ആക്രാന്തം കൊണ്ടാണോ അതോ ചൂടിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് സമയം കാത്തു നിൽക്കാനുള്ള ക്ഷമ എനിക്കില്ല. അങ്ങനെ ഞങ്ങളിതാ അതൊക്കെ കഴിഞ്ഞ് വീടിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പം എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഇതാ വീട്ടിലെത്തി. അവർക്കാണ് ടാറ്റ കൊടുത്തത്. അങ്ങനെ മറ്റൊരു വീഡിയോ കാണാൻ വേണ്ടി